ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അങ്ങനെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും സൈഡിൽ കൂടെ നമുക്കൊരു ഭാവിയിലൊരു ബില്യനെയറോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സാലറി ബേസ് ചെയ്തിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് അത്യാവശ്യം കുറച്ചും കൂടി ഒരു വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്കൊക്കെ ബിസിനസ് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ സാലറി എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ കിട്ടുന്നതും ബിസിനസ് എന്ന് പറയുന്നത് വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പൈസ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ടായിരിക്കാം. ചിലരുടെ പേടി കൊണ്ടും ഭയം കൊണ്ടും ആശങ്ക കൊണ്ടും ഒക്കെ ഒരു മാറ്റി വെച്ചിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാം തയ്യാറായിട്ട് പൂർണ്ണമായിട്ടും സാധ്യമാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാം കറക്റ്റായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യുക അല്ലെങ്കിൽ തുടങ്ങുക എന്നതാണ് വിജയത്തിൻ്റെ ആദ്യപടി എന്നുള്ളതാണ് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് കാര്യത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പഴയ വീഡിയോസൊക്കെ സമയം പോലെ ഇടയ്ക്കൊന്ന് എടുത്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ബിസിനസ് ചെയ്യാൻ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് കഴിയും, എനിക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞിട്ട് വളരെ ചെറിയ പോയിന്റുകളാണ്. പക്ഷെ നമ്മളെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യും. അത് വിജയിക്കാനും ഒരു കാരണമായിട്ട് മാറും. അപ്പം നമുക്ക് കോൺഫിഡൻസോട് കൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ആ ബിസിനസ്സിനെ കുറിച്ചുള്ളത്. ഈ സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ ബിസിനസ്സിൻ്റെ പല കാര്യങ്ങളും, ഡൗൺസ് അപ്സ്, അതുപോലെ തന്നെ അതിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു തടസ്സത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. നേരെ മറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു തടസ്സം നമ്മൾ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആവും. അതുമൂലം നമ്മളുടെ ക്രിയേറ്റിവിറ്റി വളരെ വീക്കായിട്ട് മാറും. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഒരു അപ്ഡേഷൻ വരുത്താൻ സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ ബിസിനസ്സിനെ അത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന തടസ്സങ്ങൾ കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു തടസ്സം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവിടെ നമ്മൾ പ്രയോഗിച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നീങ്ങുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ബിസിനസ് ചെയ്തിട്ടുള്ളൊരു പരിചയമുണ്ട്. അതിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഏറെ നഷ്ടത്തിൽ സംഭവിച്ചു. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നഷ്ടം സംഭവിച്ചു. പിന്നെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തതിൻ്റെ പേരിൽ, മറ്റേത് സ്റ്റഡി ചെയ്യാതെയാണ് എടുത്ത തീരുമാനമാണ്. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കതൊരു വിജയമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയിൽ ഒരു പഠനവും നടത്താതെ കുറച്ച് പൈസ മാത്രം ചിലവാക്കിയത് കൊണ്ട് നമ്മളൊരു ബിസിനസ് വിജയിക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എൻ്റെ ആ 2 ബിസിനസ്സിൽ ഒരു ബിസിനസ് വിജയിച്ചു, വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോയി. വിപണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടു എന്ന് പറയാം. ഒരുപാട് പൈസ നഷ്ടം പോകുന്നു. അപ്പോൾ നഷ്ടത്തിൻ്റെ കണക്കൊന്നും പറയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്കങ്ങനെ വിജയിക്കാൻ പറ്റുമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ കാണാം.
അപ്പം ഇന്ന പോരായ്മകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഭംഗിയായിട്ടത് പോകും. അടുത്ത നമുക്ക് എന്താണ് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആണെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. സ്ക്രിപ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പവർഫുൾ വെപ്പണാണ് എന്ത് പെന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെൻ ഉപയോഗിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് ഒരു ബുക്കിലോ പേജിലോ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം സ്ക്രിപ്റ്റിലെല്ലാതും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ കൈ കൊണ്ട് എഴുതുമ്പോഴും നമ്മളുടെ കണ്ണുകൊണ്ടത് കാണുമ്പോഴും മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുക്കുമ്പോഴും ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോഴും എല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ഐഡിയകൾ വരികയാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ വന്ന് പതിക്കുകയാണ് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം കുറച്ചും കൂടി കൂടുതലായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ബിസിനസ്, ഒരു പക്ഷെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഡിക്ക് അതിനെക്കുറിച്ചുള്ള മെറ്റീരിയൽസ് വിൽക്കുന്ന കടയായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ, ബിസിനസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണെങ്കിൽ പോലും അതിനെക്കുറിച്ചൊരു സ്ക്രിപ്റ്റ് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ചുള്ളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആഴത്തിൽ കുറച്ചുകൂടി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട, ഒരു പെന്നും പേപ്പറും അല്ലെങ്കിൽ പെന്നും ബുക്കും മതി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ പല ഐഡിയകളും ഈ എനർജി, നമ്മളെ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ള എനർജീനെയാണ് നമ്മളിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത്രയേറെ നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒരുപാട് വിജയത്തിൻ്റെ പാത തുറന്നു തരുന്നുള്ളതാണ്. നമുക്ക് ഈ അഫർമേഷൻ, ഈ പ്രയർ അഫർമേഷനിലൂടെയൊക്കെ നമുക്ക് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യാനായിട്ട്, സ്ട്രെസ്സിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് സാധിക്കും? ഈ പ്രയർ കൊണ്ടും അഫർമേഷൻ കൊണ്ടൊക്കെ സാധിക്കും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു മെൻറ്ററോ ട്രെയിനറോ ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരു ട്രെയിനറുടെ ആവശ്യമോ മെൻറ്ററുടെ ആവശ്യമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഏതൊരാളുടെ വിജയത്തിൻ്റെ പിന്നിലും ഒരു മെൻറ്ററോ ട്രെയിനറോ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരുടെ പിന്നിലൊക്കെ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാനും അവരൊന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ അവരെ കൈപിടിച്ചുയർത്താനും ഒരാളുണ്ടായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരാളുടെ ആവശ്യം തേടുന്നത് കൊണ്ട്, സഹായം തേടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മളുടെ വഴി കുറച്ചുകൂടി എളുപ്പമാക്കി തരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. എന്തിനും ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണമല്ലോ. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്താലും സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും മാത്രം പോരാ, എല്ലാത്തിനും നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ആക്ഷനിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ്? ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ആ ആക്ഷൻ എടുക്കുക, ആ കർമ്മത്തിൽ നമ്മൾ ഇറങ്ങിച്ചല്ല, എന്നിട്ട് വീണ്ടും സ്റ്റഡി ചെയ്യുക. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. എത്ര തവണ എവിടെ എത്തിയാലും നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ വിപണിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ന്യൂ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആക്ഷൻ പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആക്ഷന് തയ്യാറായി കഴിഞ്ഞു, പിന്നെ അതുകൂടാതെ സ്റ്റഡി ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാവുന്ന വിവരങ്ങളെല്ലാം മറ്റുള്ളവർ മീൻസ് കണ്ട ആളുകളുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. ബിസിനസ് ഐഡിയകളുള്ള ആളുകളുമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അപ്പം അവർക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് അവരും പറഞ്ഞു തരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് നമ്മളൊന്ന് മുതിരാം. നമ്മൾ മറ്റുള്ളവർ ആളുകളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാത്ത കാര്യം നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾക്കും പറഞ്ഞു തരാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും
ചെറിയ രീതിയിൽ നിന്നും വലിയ രീതിയിൽ